നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺ ഓർ ലീസ് ഡിസിഷൻ എന്നുള്ള ടോപ്പിക്കാണ്. When a person needs an asset for his business purpose, he has to decide whether the asset should be purchased or taken on lease. While taking this decision, he should keep in mind the following factors. അതായത് ഒരു വ്യക്തി ഒരു അസറ്റ് അയാളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ആ അസറ്റ് വാങ്ങണമോ അതോ ആ അസറ്റ് ലീസിന് എടുക്കണമോ എന്നുള്ള കാര്യത്തിൽ അയാൾ ഒരു തീരുമാനമെടുക്കണം. ഓക്കെ, ആ ഒരു തീരുമാനം അയാൾ എടുക്കുന്നത് താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. എന്തൊക്കെയാണ്? ക്യാഷ് പൊസിഷൻ നോക്കിയിട്ട്, ദെൻ ഡിപ്രിസിയേഷൻ, ഒബ്സലൻസ് റിസ്ക്, റെസിജ്വൽ വാല്യൂ, പ്രോഫിറ്റ് മാർജിൻ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട് വേണം നമ്മൾ ലീസിന് എടുക്കണോ അതോ നമ്മൾ വാങ്ങുന്നതാണോ നമുക്ക് ബെറ്റർ എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ അതായത് ക്യാഷ് പൊസിഷൻ നമുക്ക് വാങ്ങാൻ ഫുൾ എമൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് ലീസിന് എടുക്കാനായിരിക്കും ബെറ്റർ. ഡിപ്രീസിയേഷൻ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡിപ്രീസിയറ്റബിൾ ആയിട്ടുള്ള അസറ്റ്, അതുപോലെ ഡിപ്രീസിയേഷൻ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. ഒബ്സലൻസ് റിസ്ക്, അതായത് ടെക്നോളജിയിലെ അഡ്വാൻസ്മെന്റ്, അതായത് ഇത് പെട്ടെന്ന് നമുക്കറിയാം ഡൈനാമിക് വേൾഡ് ആണ്, പെട്ടെന്ന് എന്താണ് എക്യുപ്മെന്റ്സ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഔട്ട്ഡേറ്റഡ് ആവുന്നതിന്റെ റിസ്ക്, ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ. ആ റിസ്ക് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ആ റിസ്കിനെ ഒക്കെ ഓവർകം ചെയ്ത് അതിനേക്കാൾ ബെനിഫിറ്റ് കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ എന്തിനു നിൽക്കുള്ളൂ, പർച്ചേസ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നിൽക്കുള്ളൂ. അപ്പോൾ പർച്ചേസ് ചെയ്യണോ ലീസ് ചെയ്യണോ ലീസിന് എടുക്കണോ എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ പരിഗണിച്ചിട്ട് വേണം. കൂടാതെ ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ്. In the case of own asset, the company can claim depreciation at a prescribed rate. നമ്മൾ അസറ്റ് ഓൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അത് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. ഓക്കെ, ലീസ് ഓർ ഓൺ എന്ന് പറയുന്നത് നമ്മൾ ഓൺ ചെയ്യുകയാണ്, അസറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 32 അനുസരിച്ചിട്ട് ആ അസറ്റിന് മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ലീസിന് എടുക്കാൻ അത് പറ്റില്ല. അപ്പോൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്താലുള്ള ഗുണം എന്താണ്? ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ പ്രോഫിറ്റ് കുറയും. ഓക്കെ, എന്നാൽ നമ്മുടെ ക്യാഷിന് ഔട്ട്ഫ്ലോ ആയിട്ട് ഉണ്ടാവുകയുമില്ല. അപ്പോൾ അതൊരു തരത്തിൽ ബിസിനസിന് ബെനിഫിറ്റ് ആയിട്ട് മാറും. Then and also charge expense incurred on repair, maintenance etc. against the profit. അതുപോലെ തന്നെ നമ്മൾ അസറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അസറ്റിന്റെ മുകളിൽ നമുക്ക് എന്തുണ്ടാവാം, എന്തെങ്കിലും ചാർജ് വരാം. അതായത് ചാർജ്, അതായത് എന്താണ് റിപ്പയർ, മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഒരു എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് കുറയ്ക്കാവുന്നതാണ്. Then in case of lease rental value can be charged and deductible as business expense. ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുന്നത് പോലെ തന്നെ ലീസിന്റെ കേസിൽ നമുക്ക് ലീസ് റെന്റൽ വാല്യൂ, അതായത് ലീസ് എമൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അത് നമുക്ക് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രോഫിറ്റ് കുറയും, നമ്മുടെ ടാക്സ് ലയബിലിറ്റി അവിടെ കുറയും. ഓക്കെ, അപ്പം ഈ അങ്ങനെ ലീസിന് എടുക്കുന്ന സമയത്ത് ആ ലീസ് റെന്റൽ വാല്യൂവിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, ലീസ് റെന്റൽ വാല്യൂ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് അസറ്റ് ഓൺ ചെയ്തിട്ട് അതിന് ഡിപ്രീസിയേഷനും അതിന് വരുന്ന ഈ റിപ്പയറും മെയിൻ്റനൻസ് ചാർജ് ഒക്കെ പരിഗണിച്ചിട്ട് കിട്ടുന്ന ബെനിഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ നമുക്ക് ടാക്സ് ലയബിലിറ്റി മിനിമൈസേഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കുന്നത്, ഇത് കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏതാണോ അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ എ ലിമിറ്റഡ് വാണ്ട് ടു അക്വയർ ആൻ അസറ്റ് കോസ്റ്റിംഗ് ₹1 lakh. It has two alternatives available. The first one is buying the asset by taking a loan of ₹1 lakh repayable in 5 equal installments of ₹20,000 each, with interest at 14% per annum. The second one is leasing the asset for which annual lease rental is 30,000 up to 5 years. The lesser charge 1% as processing fees in the first year. Assume the internal rate of return to be 10%. The present value factor table തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ. Okay, assume lease rental processing fees, loan
as well as interest amount are payable at year end. Suggest which alternative is better for the company. Take rate of depreciation at 15%, take rate tax rate at 83.99%. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു അസറ്റ് ആവശ്യമുണ്ട്. ഓക്കെ, എ ലിമിറ്റഡ് വാണ്ട് ടു അക്വയർ എൻ അസറ്റ് കോസ്റ്റിംഗ് റുപ്പീസ് 1 lakh. 1 ലക്ഷം രൂപയുടെ അസറ്റ് അവർക്ക് വില വരുന്ന അസറ്റ് അവർക്ക് ആവശ്യമുണ്ട്. ഇറ്റ് ഹാസ് ടു ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ. അവർക്ക് 2 ഓപ്ഷനാണ് അവരുടെ മുന്നിലുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ അസറ്റ് വാങ്ങുക. രണ്ടാമത്തെ ദ ഫസ്റ്റ് വൺ ഈസ് ബൈയിങ് ദ അസറ്റ് ബൈ ടേക്കിംഗ് എ ലോൺ ഓഫ് റുപ്പീസ് 1 lakh റീപേബിൾ ഇൻ 5 വീക്കിൾ ഇൻസ്റ്റാൾമെന്റ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് അസറ്റ് വാങ്ങുക. അങ്ങനെ ആ അസറ്റ് വാങ്ങാനുള്ള പണം അവർ ലോൺ എടുക്കുകയാണ്. എത്ര? 1 lakh rupees. 5 വീക്കിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ലോൺ അടയ്ക്കുന്നത്. ലോണിന്റെ എമൗണ്ട് വരുന്നത് 20,000 രൂപയാണ് ഓരോ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. 14% ഇൻട്രസ്റ്റും ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞതാണ് ലീസിന് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലീസ് റെന്റിൽ വരുന്നത് 30,000 രൂപയാണ് 5 വർഷത്തേക്ക്. അപ്പോൾ അതുപോലെ തന്നെ ദ ലെസർ ചാർജ് 1% പ്രോസസിംഗ് ഫീസ്. അതിന്റെ പുറമെ പ്രോസസിംഗ് ഫീസും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ അങ്ങനെ 1%. ഓക്കെ, പിന്നെ എന്താണ് ഇത്? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ് പറയുന്നത്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ്, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ 10% അടിസ്ഥാനത്തിൽ 1 year 10% വെച്ചിട്ട് നമുക്ക് പ്രസന്റ് വാല്യൂ ഫാക്ടർ തന്നിട്ടുണ്ട്. ആദ്യത്തെ വർഷം പി വി ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി അറിയാമല്ലോ. അപ്പൊ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്യാൻ, ലീസിന് എടുക്കണം ഓൺ ചെയ്യുന്ന സമയത്തുള്ളത്. അവിടെ ടാക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, assume lease rental processing fees, loan as well as interest amount are payable at year end. അപ്പോൾ എന്താണ് പ്രോസസിംഗ് ഫീസും ലീസ് റെന്റലും ലോണും ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒക്കെ നമ്മൾ ഇയർ എൻഡിലാണ് ചെയ്യേണ്ടതെന്ന് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏത് ഓൾട്ടർനേറ്റീവ് ആണ് നമുക്ക് ബെനിഫിറ്റ് ആവുക എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ അതിന്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അസറ്റ് ലീസിന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റ് ലീസിന് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് 5 വർഷത്തേക്കാണ് ലീസ് റെന്റൽ വാല്യൂ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 5 വർഷത്തേക്ക് അല്ലെ. അപ്പം ലീസ് റെന്റ് പ്രോസസിംഗ് ഫീസ് നമുക്കുള്ള ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് അതാണ് അല്ലെ. ലീസ് റെന്റും എന്താണ് പ്രോസസിംഗ് ഫീസും ലീസിന് എടുക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ലീസ് റെന്റൽ വാല്യൂ ഓരോ വർഷവും എത്രയാണ്? 30,000 രൂപയാണ് ഓരോ വർഷത്തെയും നമ്മുടെ ലീസ് റെന്റൽ വാല്യൂ. അപ്പോൾ നമ്മൾ അതിന് നേരെ 30,000 രൂപ ഓരോ വർഷം 30,000 രൂപയാണ് ലീസ് റെന്റൽ വാല്യൂ വരുന്നത്. അപ്പൊ നമ്മൾ അത് അങ്ങനെ തന്നെ കാണിക്കുന്നു. ലീസ് റെന്റൽ വാല്യൂ ഓരോ വർഷവും എത്രയാണ്? 30,000 രൂപയാണ്. നമ്മൾ അങ്ങനെ തന്നെ 30,000 രൂപ കാണിക്കുക, ഓരോ വർഷവും കാണിക്കുക. ഓക്കെ, ദെൻ ഓരോ വർഷം 30,000 രൂപ ലീസ് റെന്റൽ വാല്യൂ കാണിക്കുന്നു. 5 വർഷം അങ്ങനെ നമ്മൾ ലീസ് റെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഐറ്റം ആണ്. അസറ്റിന്റെ വാല്യൂ ആകുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷനെ അവിടെ കിട്ടുള്ളൂ. എന്നാൽ ലീസ് റെന്റ് നമുക്ക് ഫുള്ളി ഡിഡക്റ്റബിൾ ആണ്. ദെൻ പ്രോസസിംഗ് ഫീസ് ഉണ്ട്. പ്രോസസിംഗ് ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ വർഷം മാത്രമേ ഉള്ളൂ. എത്രയാണ്? 1%. ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾക്ക്. ദ ലെസർ ചാർജ് 1% ആസ് പ്രോസസിംഗ് ഫീസ് ഇൻ ദി ഫസ്റ്റ് ഇയർ. ആദ്യത്തെ വർഷം ലെസർ എന്ത് ചെയ്യുന്നുണ്ട്? 1% പ്രോസസിംഗ് ഫീസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം അസറ്റിന്റെ വാല്യൂ എത്രയാണ്? അസറ്റിന്റെ വാല്യൂ 1 ലക്ഷം രൂപ വിലയുള്ള അസറ്റ് ആണ്. ഓക്കെ, 1 ലക്ഷം വിലയുള്ള അസറ്റ് ആണ് നമുക്ക്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ 1% എത്രയാണ്? 1 ലക്ഷം വിലയുള്ള അസറ്റ് ആണ് നമ്മൾ ലീസിന് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ 1% എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 രൂപയാണ് അവിടെ പ്രോസസിംഗ് ഫീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, 1000 രൂപ. അപ്പോൾ ഒന്നാമത്തെ വർഷത്തെ ഗ്രോസ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 31,000 രൂപയാണ്. ഒന്നാമത്തെ വർഷത്തെ ഗ്രോസ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 31,000 രൂപയാണ്. ഓക്കെ, ഗ്രോസ് ഔട്ട്ഫ്ലോ. അപ്പൊ നമുക്കറിയാം ഈ 31,000 രൂപ നമുക്ക് നമ്മുടെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അത്രയും രൂപ എന്താണ് നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞായിരിക്കും നിൽക്കുക. അത്രയും രൂപ പ്രോഫിറ്റ് കുറയുമ്പോൾ നമുക്ക് അത്രയും രൂപയ്ക്ക് മുകളിലുള്ള ടാക്സ് നമുക്ക് എന്താണ് സേവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പൊ 31,000 രൂപയുടെ മുകളിൽ വരുന്ന നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ടാക്സ് റേറ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞ ടാക്സ് റേറ്റ് 33.99%. ആ ടാക്സ് റേറ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, 33.99
നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞ രീതിയിൽ എടുക്കുകയാണ്. അപ്പം ആ ടാക്സ് റേറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് എത്രയാണ് വരുന്നത്? 31,000ന്റെ മുകളിൽ 31,000ന്റെ മുകളിൽ 33.995 ഡിവൈഡ് ബൈ 100 ചെയ്ത് നമുക്ക് എന്നിട്ട് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ പെർസെൻറ്റേജ് വരുന്നത് 1538.45 അതാണ് ടാക്സ് ചെയ്ത്. അപ്പോൾ 1538 തന്നെ എടുക്കാം നമുക്ക്. 1538 1538.45 1538 നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന എത്രയാണ്? 1538 രൂപയാണ് അവിടെ നമ്മൾ ടാക്സ് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇവിടെ ഉണ്ടാവുന്നത് എത്രയാണ്? ഈ 31,000ൽ നിന്ന് 15,538 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ. നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നത് 31,000 മൈനസ് 15,538. നെറ്റ് ക്യാഷ് ഫ്ലോ വരുന്നത് എത്രയാണ്? 20,468 രൂപയാണ് നെറ്റ് ക്യാഷ് ഫ്ലോ വരുന്നത്. ഓക്കെ, 20,468 രൂപ. $462 20,462 രൂപ. ഓക്കെ, 20,462 രൂപ. ക്ലിയർ? ഇതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ്, അത് ഒന്നാമത്തെ വർഷമാണ്. അപ്പോൾ ഒന്നാമത്തെ വർഷത്തെ കറസ്പോണ്ടിങ് പ്രസന്റ് വാല്യൂ ഫാക്ടർ നമുക്കറിയാം. പോയിന്റ് എത്രയാണ്? അതിന്റെ ടൈം വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് 0.909. ഓക്കെ, അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ അത് രണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 20,462 ഇൻറ്റു 0.909 20,462 ഇൻറ്റു 0.909 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 18,600 18,600 രൂപ. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ രണ്ടാമത്തെ വർഷം ചെയ്യാം. രണ്ടാമത്തെ വർഷം നമുക്ക് പ്രോസസ്സിംഗ് ഫീസ് ഇല്ല. നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ആദ്യത്തെ വർഷം മാത്രമേ ഉള്ളൂ പ്രോസസ്സിംഗ് ഫീസ് ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ വർഷത്തെ ഗ്രോസ്, അതുകൊണ്ട് തന്നെ ഗ്രോസ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 30,000 രൂപയാണ്. 30,000 രൂപയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 33.995% കാണുന്നു. 33.9 എന്ന് പറയുമ്പോൾ 10,198 രൂപ. ഓക്കെ, പോയിന്റ് നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. അപ്പോൾ നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നത് അതിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 19,801 രൂപ. 19,801 അല്ലെങ്കിൽ 802, 19,802 രൂപ. ഓക്കെ, ദെൻ 19,802 ഇൻറ്റു 10,098 പ്ലസ് 19,802. ഓക്കെ, ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ രണ്ടാമത്തെ വർഷത്തെ പ്രസന്റ് വാല്യൂ ഫാക്ടർ എത്ര? രണ്ടാമത്തെ വർഷത്തെ പ്രസന്റ് വാല്യൂ 0.826 ചെയ്യുക. അപ്പൊ നമുക്ക് വരുന്നത് ഒരു 16,356 രൂപ അല്ലെ? 16,356 രൂപ. ഓക്കെ, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ, രണ്ടാമത്തെ വർഷത്തെ നെറ്റ് ക്യാഷ് ഫ്ലോ ഇതുപോലെ ഇങ്ങനെ ഓരോ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് എല്ലാ, പിന്നെ ബാക്കിയുള്ള എല്ലാ വർഷവും എന്ത് തന്നെയാണ്? ഈ 30,000 തന്നെയാണ് ബാക്കി എല്ലാ വർഷത്തെയും ക്യാഷ് ഫ്ലോ, വേറെ ഒന്നും വരാത്തത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ അതവിടെ ഫില്ല് ചെയ്യാണ്. ഓക്കെ, ബാക്കി എല്ലാ വർഷവും സെയിം ആയതുകൊണ്ട് നമ്മൾ അതവിടെ ഫില്ല് ചെയ്യാണ്. എല്ലാ വർഷവും ഇത്രയും ഗ്രോസ് ക്യാഷ് ഫ്ലോ 30,000 ആണ്. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഉണ്ടാകുന്ന ടാക്സ് സെയിം തന്നെ ആയിരിക്കും. 10,198
198 രൂപ. സോ ആ കോളം നമ്മൾ അതുപോലെ ഫില്ല് ചെയ്യുന്നു. ഇനി അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും ക്യാഷ് ഔട്ട്ഫ്ലോ എന്തായിരിക്കും, നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ. ഇനി പക്ഷെ പ്രസന്റ് വാല്യൂ ഫാക്ടർ ഓരോ വർഷവും മാറ്റണ്ടായിരിക്കും അല്ലെ, അറിയാലോ. അപ്പൊ മൂന്നാമത്തെ വർഷത്തെ പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. നമ്മൾ അവിടെ എഴുതുന്നു 0.751, അടുത്ത വർഷം 0.683, അടുത്ത വർഷം 0.621. ഓക്കെ. ഇത് കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഈ പോയിന്റ് വരുന്നതുകൊണ്ട് ചെറിയൊക്കെ എന്താണ് ഫ്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഇതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റൗണ്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ 14,871 ചെറിയ ചെറിയ വയലേഷൻ നെഗ്ലക്ട് ചെയ്യുക. ഓക്കെ. 13,524, 12,297. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെയൊക്കെ ടോട്ടൽ എടുക്കുന്നു, നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോയുടെ ഒക്കെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നത്, ടോട്ടൽ നെറ്റ് പ്രസന്റ് വാല്യൂ നെറ്റ് ക്യാഷ് ഫ്ലോ വരുന്നത് 75,648 രൂപയാണ്. 75,648 രൂപയാണ് നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ ക്യാഷ് ഫ്ലോയുടെ ഇതിന്റെ എല്ലാത്തിനെയും ടോട്ടൽ എടുത്താൽ നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഏത് ഓപ്ഷൻ, നമ്മൾ അസറ്റ് ലീസിന് എടുക്കുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്, അതിനെ ടൈം വാല്യൂ കൺസിഡർ ചെയ്തിട്ട്. ഇനി നമ്മൾ അസറ്റ് പർച്ചേസ്ഡ് ബൈ ടേക്കിംഗ് ലോണിന് എടുക്കുന്ന സമയത്ത്, ഓക്കെ, അസറ്റ് നമ്മൾ ലോണിന് എടുത്തിട്ട് അസറ്റ് പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ലോൺ എടുത്ത് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? ഓക്കെ, നോക്കാം. ലോൺ എടുത്ത് അസറ്റ് വാങ്ങുന്ന സമയത്ത് എത്ര രൂപ? അപ്പൊ നമുക്കറിയാം ഓരോ വർഷം നമ്മൾ ലോൺ റീപേയ്മെന്റ് ആയിട്ട് നടത്തുന്ന എത്ര രൂപയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓരോ വർഷവും 20,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ ലോൺ റീപേയ്മെന്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ലോൺ റീപേയ്മെന്റ് ആദ്യത്തെ വർഷം 20,000 രൂപ, എല്ലാ വർഷവും 20,000 രൂപ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളത് എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് ഫില്ല് ചെയ്യുന്നത്, 20,000 രൂപ ലോൺ റീപേയ്മെന്റ്. ഓക്കെ. ഇനി അടുത്ത എന്താണ്, ഇൻട്രസ്റ്റ്. ലോണിന് എല്ലാ വർഷവും ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും, അറിയാമല്ലോ. കാരണം എന്താണ്, നമുക്ക് ബാലൻസ് എമൗണ്ടിന്റെ മുകളിലല്ലേ നമ്മൾ ഇൻട്രസ്റ്റ് കാണുള്ളൂ. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ്, ലോൺ ഇൻട്രസ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ലോണിന് എത്രയും ശതമാനം ഇൻട്രസ്റ്റ്? 14% ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം എന്ത് ചെയ്യുന്നു, 14% ഇൻട്രസ്റ്റ് കാണുന്നു ഫസ്റ്റ് ഇയറിൽ. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ 1 ലക്ഷമാണല്ലോ നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത്, അപ്പോൾ 16,000 രൂപ തന്നെ ആയിരിക്കും ഇൻട്രസ്റ്റ് വരിക. ഓക്കെ, രണ്ടാമത്തെ വർഷം ആകുമ്പോൾ ഇൻട്രസ്റ്റ് എത്ര വരും? രണ്ടാമത്തെ വർഷം ആകുമ്പോൾ നമുക്ക് ഇനി എത്ര കൊടുക്കാനുള്ളൂ? ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞു, ഇനി നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെ 80,000 രൂപയാണ്. ഈ 80,000 രൂപയുടെ 14% കാണണം. ഓക്കെ, അപ്പൊ അത് വരുന്നത് 11,200 രൂപ. ഓക്കെ, അങ്ങനെ അതായത് ബാലൻസ് നമ്മൾ ഇനി കൊടുക്കാൻ പ്രിൻസിപ്പൽ എമൗണ്ട് ഓരോ ഇൻസ്റ്റാൾമെന്റ് കഴിയുമ്പോൾ കുറഞ്ഞു വരുമല്ലോ. അപ്പൊ അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കണ്ടത്, ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഇനി അടുത്ത വർഷം നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞ എത്രയാണ്? 60,000 രൂപയാണ്. 60,000 രൂപയുടെ മുകളിൽ 14% ഇൻട്രസ്റ്റ് കാണാം, 8,400 ഇൻട്രസ്റ്റ് വരുന്നത്. അടുത്ത വർഷം 40,000 രൂപയാണ്. ആ 40,000 രൂപയുടെ 14% ഇൻട്രസ്റ്റ് കാണുക, 5,600. അടുത്ത വർഷം എത്രയാണ്? 20,000 രൂപയാണ്. ആ 20,000 രൂപയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് കാണുക, 2,800. ഓക്കെ, 20,000 രൂപയുടെ ഇൻട്രസ്റ്റ് കാണുക, 2,800. ഇനി അപ്പം ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഔട്ട് ഫ്ലോ കിട്ടും. ക്യാഷ് ഔട്ട് ഫ്ലോ വരുന്നത് 34,000. ഓക്കെ, അടുത്ത വർഷം എത്രയാണ്? 31,200. അതിനടുത്ത വർഷം എത്രയാണ്? 28,400. അതിനടുത്ത വർഷം 25,600. അതിനടുത്ത വർഷം 22,800. ഓക്കെ, കൂടാതെ നമുക്ക് ഒരു ടാക്സ് അസറ്റ് വാങ്ങുന്ന കാരണത്താൽ നമുക്ക് ആ അസറ്റിന്റെ മുകളിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടും. ഡിപ്രീസിയേഷൻ നമുക്ക് റിഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സെക്ഷൻ 32 അനുസരിച്ച്. അപ്പൊ നമുക്ക് ഡിപ്രീസിയേഷൻ കാണാം. ഡിപ്രീസിയേഷൻ എത്രയാണ്? 15% ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് രീതിയിലാണ് നമ്മൾ കാണാം. അപ്പൊ ആദ്യത്തെ വർഷം 15,000 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ദെൻ അടുത്ത വർഷം എന്ത് ചെയ്യണം? 1,00,000 നിന്ന് 15,000 പോയി കഴിഞ്ഞാൽ ബാക്കി 85,000 മുകളിൽ എത്ര കാണണം? 15% കാണണം. ഓക്കെ, 85,000 മുകളിൽ വീണ്ടും 15% കാണാം. അങ്ങനെ ഓരോ വർഷവും റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്രീസിയേഷൻ കാണുന്നു. അപ്പൊ അടുത്ത വർഷം വരുന്നത് 12,750 രൂപയാണ്.
2750. അതിനടുത്ത വർഷം വരുന്ന ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓൺ വാല്യൂന്റെ മുകളിലാണ് കാണുക 10838 രൂപയാണ് അടുത്ത വർഷത്തെ ഡിപ്രീസിയേഷൻ വരുന്നത്. അതിനടുത്ത വർഷത്തെ ഡിപ്രീസിയേഷൻ വരുന്നത് 9212 രൂപയാണ്. ദെൻ ലാസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ വരുന്നത് 7830 രൂപയാണ്. ക്ലിയർ? അപ്പൊ ടോട്ടൽ നമുക്ക് ചാർജ് വരുന്നത്, പ്രോഫിറ്റിന് മുകളിൽ ടോട്ടൽ ചാർജ് വരുന്നത് നമുക്ക് എത്ര രൂപയാണ്? ആദ്യത്തെ വർഷം 29,000 രൂപയാണ് വരുന്നത്. രണ്ടാമത്തെ വർഷം 23,950 രൂപ. മൂന്നാമത്തെ വർഷം 19,238 രൂപ. നാലാമത്തെ വർഷം 14,812 രൂപ. അടുത്ത വർഷം വരുന്നത് 10,630 രൂപ. ഓക്കെ, അപ്പൊ ഇതാണ് ടോട്ടൽ നമുക്ക് പ്രോഫിറ്റ് മുകളിൽ വരുന്ന ചാർജ്. അപ്പൊ നമുക്ക് ഓരോ വർഷവും ഇത്രയും രൂപ പ്രോഫിറ്റ് നമുക്ക് കുറഞ്ഞു നിൽക്കും. അത്രയും രൂപ പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന നമ്മൾ ടാക്സ് സേവ് ചെയ്യുന്നത് എത്ര രൂപയാണ് കണ്ടെത്തുക. ടാക്സ് എത്ര സേവ് ചെയ്യുന്നതെന്ന്. ടാക്സ് സേവ് ചെയ്യുന്നത് ആദ്യത്തെ വർഷം 9857, അടുത്ത വർഷം 8141, അടുത്ത വർഷം ടാക്സ് ചെയ്യുന്നത് 6539 രൂപ. അതിനടുത്ത വർഷം 5035 രൂപ. അതിനടുത്ത വർഷം 3613 രൂപ. ഓക്കെ, നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതാണ് നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത്. അതൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, സെയിം പാറ്റേൺ ചെയ്യുക. 4143. രണ്ടാമത്തെ വർഷം 23,059. അടുത്ത വർഷം 21,861. ഇതിനടുത്ത വർഷം 20,565. അതിനടുത്ത വർഷം 19,187. ഓക്കെ, ഇനി പി വി ഫാക്ടർ അറ്റ് 10%. അത് നമുക്കറിയാം. ഓരോ വർഷത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 9.909. അടുത്തത് 0.826. അടുത്തത് 0.86. അടുത്ത ഇയറിൽ വരുന്നത് 0.751. അതിനടുത്ത വർഷം 0.683. അതിനടുത്ത വർഷം 0.621. ഇനി കറസ്പോണ്ടിങ് നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ തമ്മിൽ ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ കിട്ടും. എത്രയെന്ന് നോക്കുക. പ്രസന്റ് വാല്യൂ കൺസിഡർ ചെയ്തിട്ടുള്ള നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ കിട്ടും. അത് വരുന്നത് ആദ്യത്തെ വർഷം 21,946. രണ്ടാമത്തെ വർഷം 19,047. മൂന്നാമത്തെ വർഷം 16,418. അടുത്ത വർഷം 14,046. അതിനടുത്ത വർഷം 11,915 രൂപ. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോ നെറ്റ് പ്രസന്റ് വാല്യൂ കൺസിഡർ ചെയ്തിട്ട് ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോ വരുന്നത് 83,372 രൂപയാണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കുകയാണ്. എന്താ തീരുമാനം? The total net present value of the asset is 75,648 while taking the asset on lease. അപ്പൊ ലീസിന് എടുക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ പ്രസന്റ് വാല്യൂ വരുന്ന അസറ്റ് പ്രസന്റ് വാല്യൂ വരുന്നത് 75,648 രൂപയാണ്. എന്നാൽ ആൻഡ് NPV ഈസ് 83,083. ലീസിന് എടുക്കുന്ന സമയത്ത് വരുന്നത് 83,372, 83,372 രൂപ. അപ്പോൾ if asset is purchased by taking loan, so asset should be taken on lease and companies can reduce tax liability by taking leased asset. അപ്പൊ നമ്മൾ ലീസിന് എടുക്കുന്ന സമയത്താണ് നമുക്കിവിടെ ബെനിഫിറ്റ്. ലോൺ എടുക്കുന്ന സമയത്ത് വരുന്ന എത്രയാണ്? 83,372 രൂപയാണ്. ഓക്കെ, ലീസിന് എടുക്കുന്ന സമയത്ത് എന്താണ്? 75,648 രൂപയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? നമ്മൾ ലീസിന് എടുക്കുന്ന സമയത്ത് if asset is purchased by taking loan, so asset should be taken on lease and companies can reduce tax liability by taking leased asset. അപ്പൊ leased asset എടുക്കുന്ന സമയത്ത് നമുക്ക് ടാക്സ് ലയബിലിറ്റി കുറവായിരിക്കും. ഓക്കെ,
ഈ ഒരു മെത്തേഡ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ വെച്ച് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അധികം പ്രോബ്ലം ഒന്നും പ്രതീക്ഷിക്കണം എന്നില്ല. ഓക്കെ, എന്ത് ഓൺ ഓർ ലീസ് ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു എന്നുള്ളൂ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് റിപ്പയർ ഓർ റീപ്ലേസ് ഡിസിഷൻ. റിപ്പയർ ചെയ്യണോ അതോ അസറ്റ് പൂർണ്ണമായി റീപ്ലേസ് ചെയ്യണോ? ഈ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ടാക്സ് എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. The decision to repair or replace equipment should be based on the minimizing cost and tax liability. While deciding, the company has to keep in mind that whether expenditure on repair, replacement or renewal is deductible as revenue expenditure under section 30, 31 or 37. അതായത് റിപ്പയർ ചെയ്യണോ അതോ റീപ്ലേസ് ചെയ്യണോ എന്നുള്ള തീരുമാനം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ എന്താണ് കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ടും ടാക്സ് മിനിമൈസ് ചെയ്തുകൊണ്ടും കോസ്റ്റ് മിനിമൈസേഷനും ടാക്സ് മിനിമൈസേഷനും കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ ഒരു തീരുമാനം എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടണമെങ്കിൽ ഈ റിപ്പയറിനോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റിന് ചെലവാക്കുന്ന എമൗണ്ട് നമുക്ക് സെക്ഷൻ 30, 31, 37 അനുസരിച്ച് ഡിഡക്റ്റബിൾ ആയിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ അത് നമുക്ക് ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അത് ബെനിഫിഷ്യൽ ആവുകയുള്ളൂ. ഓക്കെ, ഇഫ് ദ എക്സ്പെൻഡിച്ചർ ഈസ് deductible as revenue expenditure under this section, then cost of financing such expenditure is reduced to the extent of tax save. അപ്പൊ എന്താണ്, ഇത് നമുക്ക് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ ഈ റിപ്പയർ ഓർ റീപ്ലേസ് എന്നുള്ളത് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് ഡിഡക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ എക്സ്ട്രീം എക്സ്റ്റെന്റ് വരെ നമുക്ക് എന്താണ് ടാക്സ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി റിപ്പയർ എന്നാൽ എന്താണ്? റിപ്പയർ ഇംപ്ലൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ തിങ് ഹാസ് manufactured and can be set right by effecting repair, which may involve replacement of some parts, thereby making the thing as efficient as it was before or as it was possible. After repair, the thing to which the repair was carried out continued to be available for use. Replacement is different from repair. റിപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു മാനുഫാക്ചറിംഗ് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തു, അത് ഒരു മെഷീൻ അത് കേടായി പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചില പാർട്സ് ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നു. ആ റിപ്പയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴയ രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് റിപ്പയർ എന്ന് പറയാം. റിപ്പയറും റീപ്ലേസ്മെന്റും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്താണ്? Implies removal of discarding of the things that was in use by different or new thing capable of performing the same function with the same or greater efficiency. അപ്പോൾ നമ്മൾ റീപ്ലേസ്മെന്റ് പറഞ്ഞെങ്കിൽ നമ്മൾ അതിന്റെ ഒരു വലിയൊരു ഭാഗം ഒരു മേജർ പാർട്ട് എന്ത് ചെയ്യും, നമ്മൾ റിമൂവ് ചെയ്തിട്ട് പകരത്തിന് വേറെ എന്തെങ്കിലും അതേ കപ്പാസിറ്റി ഉള്ള അതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ളതായിട്ടുള്ള ഒരു പാർട്ട് വെക്കുന്നു. അതിനെയാണ് നമ്മൾ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. So the replacement of section in series machine which are interconnected in a segment of the production process which together form an integrated whole may in some circumstances be regarded as amounting to repair, when without such a replacement that unit in that segment will not function. That logic cannot be extended to the entire manufacturing facility from the stage of raw material to the delivery of finished product. അപ്പോൾ റീപ്ലേസ്മെന്റ് റിപ്പയറും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒന്ന് മനസ്സിലായത്, റീപ്ലേസ്മെന്റ് റിപ്പയർ എന്നുള്ള കൺസെപ്റ്റ്. ഇനി അത് ടാക്സ് എങ്ങനെയാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇഫ് ദ ബിൽഡിംഗ് ഈസ് റെന്റഡ് ബിൽഡിംഗ്, എനി എക്സ്പെൻഡിച്ചർ ഓൺ റിപ്പയർ ഷാൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. അപ്പൊ നമ്മൾ റെന്റഡ് ബിൽഡിംഗ് ആണ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ആ റെന്റഡ് ബിൽഡിങ്ങിന് എന്തെങ്കിലും റിപ്പയറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ അവൈലബിൾ ആണ്. It may be noted that if the repair expenditure is of capital nature, it shall not be allowed as deduction either under section 30, 31, 37. അപ്പോൾ നമുക്കൊരു റിപ്പയർ എക്സ്പെൻഡിച്ചർ ഒരു ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ സെക്ഷൻ 30, 31, 37 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. If the asset has to be replaced, the expenditure incurred on replacement shall be capital expenditure and as shall only be entitled to depreciation on such asset and assets. The entire expenditure cannot be claimed as deduction which was allowed as in case of repair. അപ്പൊ എന്താണ്, നമുക്ക് റീപ്ലേസ്മെന്റ് നടത്തിയെന്നിരിക്കും. റിപ്പയറും റീപ്ലേസ്മെന്റും തമ്മിലുള്ള മാറ്റം പറഞ്ഞല്ലോ. അപ്പൊ റീപ്ലേസ്മെന്റ് നടത്തുമ്പോൾ ചിലപ്പോൾ അസറ്റ് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുക.
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകത അത് നമുക്ക് മൊത്തം എമൗണ്ട് നമുക്ക് ആ ഒരു സെയിം ഇയറിൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെർട്ടൻ പെർസെന്റേജിലുള്ള ഒരു സെർട്ടൻ ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. Then replacement is better for getting higher amount of loan. അപ്പോൾ റീപ്ലേസ്മെന്റ് ആണ് നമുക്ക് എന്ത് ലോണ് ക്ലെയിം കിട്ടാൻ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട്. കാരണം എന്താണ്, റീപ്ലേസ്മെന്റിന് നമുക്ക് അസറ്റ് വാങ്ങേണ്ടി തന്നെ വരുമല്ലോ, അസറ്റിന്റെ വലിയൊരു മേജർ പാർട്ട്. അപ്പൊ അത് ലോൺ എടുക്കേണ്ടി വരും. അപ്പൊ ലോണിന്റെ മുകളിൽ നമുക്ക് എന്താണ് ലോൺ റീപേയ്മെന്റും ഇൻട്രസ്റ്റും എന്നൊക്കെ പേരിൽ നമുക്ക് പേയ്മെന്റ് നടത്തുന്നത് നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ടാക്സ് ലയബിലിറ്റി കുറയും. Then capitalization of expense will increase tax liability. അപ്പൊ എക്സ്പെൻസ് ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്, അത് നമുക്ക് ടാക്സ് ലയബിലിറ്റിയോടെ കുറയുന്നതിന് കാരണമാകും. അറിയാലോ, എക്സ്പെൻസ് അതായത് വർഷത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആവുകയാണെങ്കിൽ നമുക്ക് അത്രയും ടാക്സ് പ്രോഫിറ്റ് കുറയും, അതുകൊണ്ട് അത്രയും ടാക്സ് കുറയും. പക്ഷെ അത് നമുക്ക് ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു സെർട്ടൻ പെർസെന്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ മാത്രമേ നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റിപ്പയറിംഗ് ഈസ് ബെറ്റർ ഫോർ റെഡ്യൂസിങ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഒരു അസറ്റ് റിപ്പയർ ചെയ്യണോ റീപ്ലേസ് ചെയ്യണോ എന്ന് ടാക്സിന്റെ പോയിന്റ് ഓഫ് ചിന്തിക്കുന്ന സമയത്ത് റിപ്പയറിംഗ് ആയിരിക്കും എന്ത് റീപ്ലേസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് മാറുക. റീപ്ലേസ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് മാറും. ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് സെർട്ടൻ പെർസെന്റേജ് ഡിപ്രീസിയേഷൻ മാത്രമേ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. റിപ്പയർ ആകുമ്പോൾ നമുക്ക് ആ ഹോൾ എമൗണ്ട് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് സെക്ഷൻ 30, 31, 37 പ്രകാരമുള്ള ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് കുറയുമ്പോൾ നമുക്ക് ടാക്സ് ലയബിലിറ്റി സ്വാഭാവികമായിട്ട് എന്താണ് കുറയും. ഓക്കെ, അതാണ് റിപ്പയർ ഓർ റീപ്ലേസ് എന്നുള്ള ഡിസിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ്, എക്സ്പോർട്ട് ഓർ ഡൊമസ്റ്റിക് സെയിൽ. നമ്മൾ കയറ്റുമതി നടത്തണോ അതോ രാജ്യത്തിനകത്ത് തന്നെ വിൽക്കണോ, അതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ എന്തെല്ലാം പരിഗണിക്കണം. A manufacturer or producer of goods or things will consider the following factor before taking the decision of sale of his product in the domestic market or in foreign market. ഒരു മാനുഫാക്ചറർ അയാളുടെ പ്രോഡക്റ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിൽക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിൽ വിൽക്കുന്നതിന് മുമ്പ് താഴെ പറയുന്ന ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ ഫാക്ടർ? ഒന്ന്, ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് ഫോറിൻ മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഫോറിൻ മാർക്കറ്റിലും ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യണം. ദെൻ സെല്ലിംഗ് പ്രൈസ്, ഹൗ മച്ച് ഹി വിൽ റിസീവ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓർ ഇൻ ഫോറിൻ മാർക്കറ്റ്. അവിടെ ആ പ്രോഡക്റ്റിന് ഫോറിൻ മാർക്കറ്റിൽ എത്ര രൂപ കിട്ടും, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് അവർ പരിഗണിക്കണം. ഓക്കെ, ദെൻ ലോ ഓഫ് ലാൻഡ്, whether there is any restriction on export of his product. If there is no restriction on export of that product, there is a demand in foreign market at a price higher than domestic market, he may prefer to sell foreign market. ചില പ്രോഡക്റ്റുകൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് വിൽക്കാൻ എന്താണ് ഡൊമസ്റ്റിക് ആയിട്ട് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. രാജ്യത്തിന് പുറത്തേക്ക് നമുക്ക് കയറ്റുമതി ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോറിൻ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, ഫോറിൻ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിന് എന്താണ് നല്ല പ്രൈസ് ഉണ്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിനേക്കാൾ, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫോറിൻ മാർക്കറ്റ് ആയിരിക്കും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ നമ്മൾ പ്രിഫർ ചെയ്യുക. ഓക്കെ, ദെൻ ടാക്സ് ഇൻസെന്റീവ്സ് ഫോർ എക്സ്പോർട്ട്. There are no tax incentives in general for export. However, the newly established unit in special economic zone, section 10AA, are eligible for tax exemption on export on their product on fulfilling those prescribed conditions. Section 10AA പ്രകാരം സെക്ഷൻ കറന്റ് നിലവിലില്ല, എന്നാലും പഠിച്ചു വെക്കുക. എന്താണ്, നമുക്ക് സെക്ഷൻ 10AA പ്രകാരം സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നമ്മളൊരു എക്സ്പോർട്ട് ഓറിയന്റഡ് അണ്ടർടേക്കിംഗ് തുടങ്ങി ഒരു ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് അണ്ടർടേക്കിംഗ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ഇൻസെന്റീവ്സ് കിട്ടും. ഓക്കെ, സെക്ഷൻ 10AA പ്രകാരം. Then special provisions in respect of newly established 100% of export oriented undertaking, section 10B. അതായത് subject to the provisions of this section, the deduction of such profit and gain are derived by 100% export oriented undertaking from the export of article or things or computer software for a period of 10 consecutive assessment year, beginning with the assessment year relevant of the previous year in which the undertaking begin manufacture produce article. അതായത് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ പോയിന്റ് തന്നെയാണിത്. ഓക്കെ, അതായത് നമുക്ക് 10 കോൺസിക്യൂട്ടീവ് അസസ്മെന്റ് ഇയറിലേക്ക് നമുക്ക് 100% 100% എക്സ്പോർട്ട് ഓറിയന്റഡ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ഫേമിന് എന്ത് കിട്ടും, അവിടെ പ്രോഫിറ്റ് 100% 10 വർഷത്തേക്ക് റിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണോ അതോ ഡൊമസ്റ്റിക് മാർക്കറ്റ് വിൽക്കുന്നതാണോ
ബെറ്റർ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തീരുമാനം എടുക്കണം. ഓക്കെ. The next, shutdown or continue decision. ബിസിനസ് പൂട്ടി പോകുന്നതാണോ നല്ലത്, ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നതാണോ നല്ലത്? നമുക്കറിയാം, പൂട്ടി പോവുകയാണെങ്കിലും നമുക്ക് എന്താണ് ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആവുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കണം, പൂട്ടി പോകണോ അതോ ബിസിനസ് തുടർന്ന് പോകണോ. Sometimes business is forced to shut down due to the fall in demand, financial problem, change in technology, high rate of taxation, etc. When the business suffer loss continuously, whatever the reason may be, the management has to decide whether the business should be shut down or continue. While taking the decision, the impact of income tax should be overlooked. അത് ചില സമയത്ത് ബിസിനസ് എന്താണ് ഫോഴ്സ്ഫുള്ളി അവർക്ക് ഡിമാൻഡിലുണ്ടാകുന്ന ഡിഗ്രീസ് കാരണം, ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ചേഞ്ചസ് കാരണം, ടാക്സേഷൻ റേറ്റിലുണ്ടാകുന്ന ഇൻക്രീസസ് കാരണമൊക്കെ ചില സമയത്ത് ബിസിനസ്സിന് ലോസ് ഉണ്ടാവും. ഓക്കെ, ആ ലോസ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് മാനേജ്മെന്റിന് എന്താണ് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ എന്താ ഷട്ട് ഡൗൺ ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഇൻകം ടാക്സ് കൂടി പരിഗണിച്ചിട്ട് ആയിരിക്കണം. എന്തൊക്കെയാണ്? Treatment of loss and unabsorbed depreciation. If the business or profession has been discontinued, the loss can be set off by the same person who suffered loss. അപ്പോൾ എന്താണ്, നമുക്ക് ലോസ് ഉണ്ടായിരുന്നിരിക്കുക, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നിരിക്കുക, നമ്മുടെ ബിസിനസ് പൂട്ടി പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക, എങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? ആർക്കാണ് ആ ലോസ് സംഭവിച്ചിട്ടുള്ള ആ വ്യക്തിക്ക് ആ ലോസ് പിന്നീട് സെറ്റ് ഓഫ് ചെയ്യാൻ, പിന്നീട് ഒരു ഇൻകം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. Okay, then loss by amalgamating companies cannot set off by amalgamated company except as per section 42A. അപ്പോൾ ഒരു അമാൽഗമേറ്റിംഗ് കമ്പനിക്ക് ഉണ്ടാവുന്ന ലോസ് ഒരു അമാൽഗമേറ്റഡ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഇൻകത്തിനോട് കൂടി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. Then unabsorbed depreciation can be set off against income from business or profession or income under any other head. അതുപോലെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ആ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നമുക്ക് ഏത് ഹെഡിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സെറ്റ് ഓഫ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഏതാണ് ബെറ്റർ, ഷട്ട് ഡൗൺ ചെയ്യുന്നതാണോ ബെറ്റർ അതോ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് ബെറ്റർ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 പോയിന്റ്സുകളാണ്. അത് എന്തൊക്കെയാണ്? അസറ്റ് ഓൺ ഓർ ലീസ്, അസറ്റ് ഓൺ ചെയ്യുന്നതാണോ ലീസിന് എടുക്കുന്നതാണോ ബെറ്റർ എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് എന്താണ്? റിപ്പയർ ഓർ റീപ്ലേസ്, റിപ്പയർ ചെയ്യുന്നതാണോ റീപ്ലേസ് ചെയ്യുന്നതാണോ ബെറ്റർ ടാക്സ് കൺസിഡർ ചെയ്തുകൊണ്ട്. ഓക്കെ, ദെൻ എക്സ്പോർട്ട് ഓർ ഡൊമസ്റ്റിക് സെയിൽ, എക്സ്പോർട്ട് ചെയ്യണം, കയറ്റുമതി ചെയ്യണോ അതോ നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിൽ വിൽക്കുന്നതാണോ ബെറ്റർ, അത് ആ സാഹചര്യത്തിൽ ടാക്സ് എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മൾ നോക്കിയത് ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ ഡിസിഷൻ, ബിസിനസ് പൂട്ടി പോകുന്നതാണോ ബെറ്റർ, ബിസിനസ് തുടർന്ന് പോകുന്നതാണോ നല്ലത്, അതും ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെല്ലാം കൺസിഡർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിലെ പല പോയിന്റ്സ്, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ ഡിസിഷൻ, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓർ ഡൊമസ്റ്റിക് സെയിൽ. അപ്പൊ ഈ പോർഷൻസ് നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് ഈ പോർഷൻസ് തിയറി നന്നായിട്ട് പഠിക്കുക. പ്രോബ്ലം പേപ്പർ ആണെങ്കിലും ഇൻകം ടാക്സ് പ്ലാനിങ് 2 നിന്നും നമുക്ക് ആദ്യത്തെ പാർട്ടിലും പാർട്ട് എയിലും പാർട്ട് ബിയിലേക്ക് അത്യാവശ്യത്തിന് തിയറി ക്വസ്റ്റ്യൻസും എസ് എ പാർട്ടിലെ ഒരു ക്വസ്റ്റ്യനും തിയറി ആയിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ശരി, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നമുക്ക് ഏകദേശം ഈ ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ശരി.